കനത്ത മഴയിൽ ചെർപ്പളശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ വലിയ നാശനഷ്ടം. അഴുക്കുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. കറണ്ട് ഓഫാക്കിയാലും ഇൻവെർട്ടർ ഉണ്ടാവും. ഇവിടെ ഇൻവെർട്ടർ ഉണ്ടാവും. എവിടെ അവിടുത്തെ കഴിഞ്ഞാലേ അതൊന്നും കാര്യമില്ല. പിന്നെ ഇറങ്ങി ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒന്ന് ഇറങ്ങി നടക്കും. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചെറുപ്പളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കനത്ത മഴയിൽ വെള്ളം കയറിയത്. രാവിലെ കട തുറക്കാനെത്തിയ വ്യാപാരികൾ കാണുന്നത് കടകളിൽ മുട്ടോളം ഉയരത്തിൽ വെള്ളം കയറി നിൽക്കുന്നതാണ്. ഹൈസ്കൂൾ റോഡ് ജംഗ്ഷന് സമീപത്തെ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയിൽ കടകളുടെ പുറകിൽ നിന്നും വലിയ തോതിലെത്തുന്ന മഴവെള്ളം അഴുക്കുചാലിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കാത്തതാണ് കടകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇങ്ങോട്ട് ബാക്കിലെ പറമ്പുകളിൽ നിന്നൊക്കെയുള്ള മഴവെള്ളം ഒഴുകി വന്നിരുന്ന ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈനേജ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം ഇവിടെ കെട്ടി നിന്ന് ഈ കടകൾക്ക് കയറുന്നൊരു സംവിധാനമാണ് ഉണ്ടായത്. അതായത് ഈ ഡ്രൈനേജിന്റെ പണി ചെയ്യുമ്പോൾ നമ്മുടെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആളുകൾ ഇതിലേക്ക് വന്നു ചേരുന്ന ഗ്യാപ്പുകളുണ്ട്. അത് അടച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അത് കാരണമാണ് ഇവർക്ക് വലിയ തോതിൽ വെള്ളം കയറി മരുന്നുകൾ നശിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. തൊട്ടപ്പുറത്തെ ഫാൻസി കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടായി. കാരണം ഇന്നലെ രാത്രി പെയ്ത മുഴുവൻ വെള്ളത്തിന് ഇവിടെ ബ്ലോക്കായി. അവസാനം ഇവിടുത്തെ ആളുകൾ ഡ്രൈനേജിൻ്റെ ഈ ഭാഗം പൊട്ടിക്കേണ്ടി വന്നു. പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം കുറച്ച് അതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നഗരത്തിലെ ഡ്രൈനേജുകൾ ഉണ്ടാക്കുമ്പോൾ ആ ഡ്രൈനേജുകളിലേക്ക് വരുന്ന വെള്ളച്ചാലുകൾ അടച്ചുകൊണ്ട് ഡ്രൈനേജ് പണി പൂർത്തീകരിച്ചത് കൊണ്ടാണ്, അശാസ്ത്രീയമായി ഡ്രൈനേജ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ വലിയ തരത്തിൽ ഈ കടകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ആ ഭാഗം പൊട്ടിച്ച് ആ വെള്ളം ഇപ്പോൾ ഡ്രൈനേജിൽ തന്നെ വിടുന്ന സ്ഥിതിവിശേഷം ഇവിടെ ആളുകൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിലെങ്കിലും വെള്ളം താഴ്ന്നിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് വന്ന നഷ്ടത്തിന് കാരണം ഈ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ്. വെള്ളം കയറി കടകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അഴുക്കുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഞങ്ങൾ ഇത് ഡ്രൈനേജിന്റെ പണി നടക്കുമ്പോൾ തന്നെ അവരുടെ കോൺട്രാക്റ്റുകാരോടും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ഇതിവിടെ ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന്. അവരത് സാക്ഷരത പരിഹാരം കാണാതെ അവിടെ ഏകപക്ഷീയമായിട്ട് ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അത് കാരണമാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ വെള്ളം കയറിയിട്ട് ഇത്രയും രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മരുന്നുകൾ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടായിരുന്നു രാവിലെ വന്നപ്പോൾ കടന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.